ഫോർമോളിൽ വന്നേക്കാണ്. ഇതിപ്പോൾ കുറേ നാളായിട്ടാ ഞാൻ ഫോർമോൾ വന്നിട്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അവസാനം ഞാൻ വന്നത് ചിലപ്പോൾ വല്ല സൂപ്പർമാൻ കാണാൻ വല്ലതായിരിക്കും. അത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു. ജൂലൈ 17 എൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസമായിരുന്നു ഞാൻ സൂപ്പർമാൻ കാണാൻ വന്നത്. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പോലും ഓർമ്മയില്ല. അപ്പോൾ ഇറ്റ്സ് ബീൻ എ വൈൽ. കുറച്ച് നാളായി ഫോർമോളിൽ വന്നിട്ട്. അപ്പോൾ ഐ ആം എക്സ്ട്രീംലി എക്സൈറ്റഡ് ടു വാച്ച് സ്പൈഡർമാൻ ഓൺ VXL. സോ എക്സൈറ്റ്മെന്റ് കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല മര്യാദയ്ക്കുന്ന ദിവസം. അപ്പോൾ ഭാഗ്യത്തിന് ഉറക്കം വരുന്നില്ല. അപ്പം അതൊരു നല്ല കാര്യമാണ്. ഭയങ്കര തിരക്കൊന്നും ഇല്ല. സാധാരണ ഫോർമുല അത്രയും തിരക്കൊന്നും ഉണ്ടാവാറില്ല തന്നെയാണ്. ഇത് എപ്പോഴത്തെയും കാര്യമാണ് ഇവിടെ. ബട്ട് ഇനിയിപ്പോൾ സിനിമേൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ രാവിലത്തെ സ്പൈഡർമാൻ്റെ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞവരൊക്കെ വരും. അപ്പോൾ അവിടെയുള്ളവർ മൊത്തം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. അങ്ങനെ ഫൈനലി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്നുള്ള സിനിമ കണ്ടു. കുറച്ച് വാക്കിൽ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ദി മോസ്റ്റ് കോമിക് ആക്യുറേറ്റ് സ്പൈഡർമാൻ എവർ, അതായിരിക്കും ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. കാരണം ഇതിനു മുമ്പത്തെ ടോം ഹോളണ്ടിന്റെ സിനിമയിലൊക്കെ പുള്ളിയുടെ സ്പൈഡർമാന്റെ വെർഷനെ പറ്റി ആൾക്കാർക്ക് എപ്പോഴും കംപ്ലൈന്റ് ആയിരുന്നു. ടോണി സ്റ്റാർക്കിനെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ സ്പൈഡർമാനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അയൺ ബോയ് ജൂനിയർ ആണ്, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ ഒരു സിനിമയിലും ഒരു മെന്റർ ആയിട്ട് ആരെങ്കിലും വേണം. അങ്ങനെ കുറെ കംപ്ലൈന്റ് ആയിരുന്നു ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാന്റെ വെർഷനായിട്ട്. ഈ സിനിമയിൽ ആ കംപ്ലൈന്റ് എല്ലാം തന്നെ തീർത്ത് മാർവലും ടോം ഹോളണ്ടും തീർത്തിരിക്കുന്നു. ഈ കംപ്ലൈന്റ് പറയാനൊന്നുമില്ല. ഈ സിനിമയില് പുള്ളി പക്ക സ്പൈഡർമാൻ ആണ്. ഈ സിനിമയിലെ ആക്ഷൻ സീൻസ് എന്നൊക്കെ പറയുമ്പോ എന്റെ അമ്മോ, വെബ് സ്വിങ്ങിങ് അത് വേറൊരു കംപ്ലൈന്റ് ആയിരുന്നു. ടോം ഹോളണ്ടിന്റെ സിനിമയില് കൂടുതൽ വെബ് സ്വിങ്ങിങ് സീൻസ് ഇല്ല, സ്പൈഡർമാൻ ആയിട്ട് തോന്നുന്നില്ല, ആ ടൈപ്പ് കുറെ കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ആക്ഷന്റെ ബേസിസിലാണെങ്കിലും സ്റ്റോറിയുടെ ബേസിസിലാണെങ്കിലും എല്ലാത്തിലും എന്താ പെർഫെക്ഷൻ തോന്നിയിട്ടുണ്ട് എനിക്കെന്ന് മാത്രമല്ല കുറെ പേർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആക്ഷൻ ആയിക്കോട്ടെ, വെബ് സ്വിങ്ങിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയലോഗ്സ് ആയിക്കോട്ടെ, സിനിമയുടെ ഡിറക്ഷൻ ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു കോർഡിനൻസ് ഉണ്ട്. എല്ലാത്തിലും ഒരു പർപ്പസ് കൊണ്ട് ചെയ്ത ഒരു സിനിമയായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് ഈ സിനിമയ്ക്ക്. ഓവറോൾ പറയുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ്, ഇഫ് നോട്ട് ദി ബെസ്റ്റ് സ്പൈഡർമാൻ റിട്ടൺ സ്ക്രിപ്റ്റ് വൈസ്, വൺ ഓഫ് ദി ബെസ്റ്റ് സ്പൈഡർമാൻ സ്റ്റോറീസ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ്ലി ടോം ഹോളണ്ടിന്റെ സിനിമകളായിട്ട് പ്രോബ്ലം ഉണ്ടായവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയ്ക്കകത്ത് ആ പ്രോബ്ലം ഒട്ടും തന്നെ ഉണ്ടാവത്തില്ല. അവരതെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എടുത്തു തോന്നിയ വേറെ ഒരു കാര്യമാണ് കളർ ഗ്രേഡിങ്. ഇപ്പൊ കുറെ നാളായിട്ട് മാർവലിന്റെ മാത്രമല്ല, മെജോറിറ്റി കുറെ പടങ്ങളിലൊക്കെ കളർ ഗ്രേഡിംഗ് എന്നുള്ള സംഭവം ഭയങ്കര കുറച്ചൊക്കെ ബ്ലാൻഡ് ആയിട്ടുള്ള കളർ ഗ്രേഡിങ്. അതൊന്നും നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല സ്പെസിഫിക്കലി. അപ്പോൾ കളർ ഗ്രേഡിങ് അവര് കുറച്ചും കൂടെ ഒരു ഡാർക്ക്, ഒരു മൂഡി കൈൻഡ് ഓഫ് കളർ ഗ്രേഡിംഗ് ആണ്. അത് ഈ സിനിമയ്ക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ആ സിനിമയുടെ ഇമോഷൻസും സിനിമയുടെ ഒരു ടോൺ എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ കളർ ഗ്രേഡിംഗ് ആണ്. സിനിമ എന്താണോ ഒരു മെസ്സേജ് പോർട്രേ ചെയ്യാൻ നോക്കുന്നത്, ആ മെസ്സേജിന് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിംഗ് ആണ് ഈ സിനിമയിൽ അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ സോ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. കാരണം ഇപ്പൊ അഗൈൻ ഐ സെഡ്, കുറെ സിനിമകളിലൊന്നും കളർ ഗ്രേഡിങ് ഭയങ്കര ബ്ലാൻഡ് ആയിട്ടാണ് എനിക്കും മെജോറിറ്റി ആൾക്കാർക്കും തോന്നിയേക്കുന്നത്. അപ്പൊ അത്തേൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ സിനിമയ്ക്കകത്ത് വളരെ നന്നായിട്ട് തന്നെയാണ് അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം പോർട്രേ ചെയ്തേക്കുന്നത് ആണ് എനിക്ക് തോന്നിയേക്കുന്നത്. എസ്പെഷ്യലി ഇവിടെ സിനിമയിലെ മെയിൻ സ്റ്റാറിന് സ്പൈഡർമാനെ തന്നെയാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ടോം ഹോളണ്ടിന്റെ ഈ ആക്ടിങ്ങിൽ ആ പുള്ളിയുടെ ഒരു ക്യാരക്ടർ മെച്ചോർ ആവുന്നതും, പീറ്റർ പാർക്കറുടെ ക്യാരക്ടർ സാഡായിട്ട് ഭയങ്കര സാഡ്നെസ് അല്ലെങ്കിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ ആ ഒരു ബ്രോക്കൺ ഫീലിംഗ് ഒക്കെ വരുമ്പോൾ അത് പുള്ളിയുടെ കണ്ണുകളിലും പുള്ളിയുടെ ആക്ടിങ്ങിലും അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആക്ടിങ് വൈസ് ഈ സിനിമേനെ ടോം ഹോളണ്ട് ക്യാരി ചെയ്തതെന്ന് തന്നെ പറയണം. പിന്നെ സെൻഡയുടെ ആക്ടിങ്ങിനെ പറ്റി എനിക്കൊന്ന് മെൻഷൻ ചെയ്യണം. പുള്ളിക്കാരിയുടെ ഈ സ്പൈഡർമാൻ ഫ്രാഞ്ചൈസിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടിങ് ആണ് എനിക്ക് ഈ സിനിമയ്ക്കകത്ത് തോന്നിയിരിക്കുന്നത്. ഐ വുഡ് സേ സ്പൈഡർമാൻ ഫ്രാഞ്ചൈസ് എന്നല്ല, ഇൻ ഓവറോൾ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓർ ദി ബെസ്റ്റ് ആക്ടിങ് തന്നെ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ പണിഷർ ജോൺ ബേൺതാൽ ഉണ്ട്. പുള്ളിയുടെ
മെയിൻ സംഭവം തന്നെ. ഇപ്പൊ എപ്പോഴും ആ പണിഷറിന്റെ ഒരു ഒരു സംസാരിക്കുന്ന ഒരു രീതിയും, പണിഷർ എങ്ങനെയാണെന്ന് അറിയാലോ, ആ ഒരു ടൈപ്പ് ആക്ടിങ് തന്നെയാണ് പുള്ളി ഇപ്പോഴും. അത് ഈ സിനിമയ്ക്കകത്ത് മാർവൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം R-rated ഷോ ചെയ്യുന്ന ഒരു PG-13 സിനിമയ്ക്കകത്തോട്ട് വരുമ്പോ അതിന്റെ ഒരു കുറെയൊക്കെ വ്യത്യാസം ഉണ്ടാവും സാധാരണ. പക്ഷെ ഇതിനകത്ത് അവർ ആ ഒരു ട്രാൻസിഷൻ പണിഷറിന്റെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി സിനിമയ്ക്കകത്തുള്ള നെഡ് ഉണ്ട്, പിന്നെ ഒരു ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട്. പക്ഷെ അത് അതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ സ്പോയിലർ ടെറിട്ടറിയിലൂടെ വോള് വെച്ച് സേഡി സിംഗ് സേഡി സിംഗിനെ പറ്റി ആക്ടിങ്ങിന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് പറയാൻ പറ്റും. പുള്ളിക്കാരി അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ഹർ ബെസ്റ്റ് പെർഫോമൻസസ്. ഈ സിനിമയ്ക്കകത്ത് എല്ലാവരും നല്ല പെർഫോമൻസ്. ആക്ടിങ് വൈസ് ടോം ഹോളണ്ട് ആയാലും സെൻഡേ ആയാലും സേഡി സിംഗ് ആയാലും, അതിപ്പോ നെഡിന്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ജേക്കബ് ബാറ്റലോൺ ആയാലും ജോൺ ബേൺതാൽ ആയാലും എല്ലാവരും, പിന്നെ ഞാൻ ഇനി മെൻഷൻ ചെയ്ത കുറെ പേരുണ്ടാവും. അപ്പൊ എല്ലാവരും ഈ സിനിമയ്ക്കകത്ത് വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആക്ടിങ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ആരുടെയും പെർഫോമൻസിനോട് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. അപ്പൊ ഓവറോൾ സിനിമയെ പറ്റി എനിക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ദിസ് ഇസ്, ഇൻ മൈ ഒപ്പീനിയൻ, ദിസ് ഇസ് വൺ ഓഫ് ദി, ഇഫ് നോട്ട് ദി ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എവർ. അത് ഞാൻ ഇപ്പോഴങ്ങ് എടുത്തു പറഞ്ഞേക്കാം. അപ്പൊ ഇനി സിനിമ കാണണോ വേണ്ടോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പോയി കാണുക. ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി അമേസിങ്. ആൻഡ് ഞാൻ വീണ്ടും ഇത് റിവോച്ച് ചെയ്യാൻ എന്തായാലും പോകും. അപ്പൊ അത് ആ ഒരു ക്വസ്റ്റ്യൻ ആണ്, സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനാണെങ്കിൽ ഇപ്പൊ തന്നെ പോയി കാണുക, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി കാണുക. ഞാനിപ്പോ ഈ സിനിമയുടെ കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ട്, എസ്പെഷ്യലി മലയാളികളുടെ, ജനറൽ പബ്ലിക്, ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് ജസ്റ്റ് ഒപ്പീനിയൻ പറയുന്നവരുണ്ടല്ലോ, അവരുടെ ഞാൻ എന്താ റിവ്യൂ കണ്ടായിരുന്നു. കുറെ പേര് ഈ സിനിമേനെ ആവറേജ് ആണ്, ജസ്റ്റ് ഡീസന്റ് ആണ്, ജസ്റ്റ് എന്താ ഗുഡ് ആണ്, പക്ഷെ ഗ്രേറ്റ് സിനിമയല്ല, ആ ഒരു ടൈപ്പ് ഒപ്പീനിയൻ ആണ് ഞാൻ ഈ സിനിമയെ പറ്റി കേട്ടത്. എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ നോവേ ഹോം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും സ്പൈഡർമാൻ സ്ട്രീറ്റ് ലെവൽ സിനിമ വേണമെന്നായിരുന്നു. സ്പൈഡർമാന്റെ ഇനി മൾട്ടിവേഴ്സ് ഒന്നും വേണ്ട, സ്പൈഡർമാൻ സാധാരണ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു, സ്പൈഡർമാന് പൈസയൊന്നുമില്ല, സ്പൈഡർമാൻ ഭയങ്കര ബ്രോക്കാണ്, ഡിപ്രഷനിലാണ്, ഇതൊക്കെയായിരുന്നു എല്ലാവർക്കും കാണേണ്ടത്. എന്നിട്ട് ഇപ്പൊ ആ സിനിമ കയ്യിൽ കൊണ്ട് തന്നപ്പോഴത്തേക്കും അവര് പറയുന്നത് നോവേ ഹോമിന്റെ ഫീൽ ആയിരുന്നു ബെറ്റർ. ആ ഒരു എന്താ, നോവേ ഹോമിന്റെ ഹൈപ്പ് ഇല്ല, നോവേ ഹോമിനെ നമുക്ക് ക്ലാപ്പ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എന്താ ചാടി പോവാനും ചാടി കാറാനും ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ആ ഹൈപ്പ് ഒന്നും ഈ സിനിമയ്ക്ക് അത് കിട്ടിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ആപ്പിളും ഓറഞ്ചും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അത് ജസ്റ്റിഫൈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നോവേ ഹോം എന്ന് ഒരു മൾട്ടിവേഴ്സ് സിനിമയാണ്. മൾട്ടിവേഴ്സ് സിനിമേനെ സ്ട്രീറ്റ് ലെവൽ സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ഇപ്പൊ ഇവര് പറയുന്നത്, ഇവരുടെ, ഞാൻ ഈ റിവ്യൂ കേട്ടവരുടെ മെയിൻ പോയിന്റ് ഞാൻ കേട്ടേക്കുന്നതാണ്, നോവേ ഹോമിന്റെ ലെവൽ എത്തിയിട്ടില്ല എന്നുള്ളത്. നോവേ ഹോമിന്റെ ലെവൽ അച്ചീവ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. സിനിമയുടെ ഹോൾ പോയിന്റ് ഉള്ളതെന്ന് തന്നെ, നോവേ ഹോം എന്താണോ, നോവേ ഹോം ആപ്പിൾ ആണെങ്കിൽ ഇത് ഓറഞ്ച് ആണ്. അതാണ് സിനിമയുടെ ഹോൾ പോയിന്റ്. ഒരു മൾട്ടിവേഴ്സ് സിനിമയിൽ കിട്ടുന്ന കയ്യടിയോ അല്ലെങ്കിൽ ഒരു ഹൈപ്പ് മൂവ്മെന്റ്സോ ഇതൊക്കെ ഒരു സ്ട്രീറ്റ് ലെവൽ സിനിമയിൽ കിട്ടില്ല. അതാണ് സ്ട്രീറ്റ് ലെവൽ സിനിമയുടെ പോയിന്റ്. സ്ട്രീറ്റ് ലെവൽ സിനിമയിൽ നമ്മൾ പീറ്റർ പാർക്കറിന്റെ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ് നടത്തുന്നത്. പീറ്റർ പാർക്കർ ആരാണ്, പീറ്റർ പാർക്കറുടെ ക്യാരക്ടർ എന്താണ്, അയാൾ എന്തൊക്കെ സിറ്റുവേഷൻസിലൂടെയാണ് പോകുന്നത്, ഇത് ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ് മോസ്റ്റ്ലി ഈ സിനിമ. ഒരു ക്യാരക്ടർ സ്റ്റഡി ആയിട്ടുള്ള സിനിമേനെ അത് എല്ലാവർക്കും ഓൾറെഡി അറിയാം, ഇതൊരു സ്ട്രീറ്റ് ലെവൽ സിനിമയാണ്. അപ്പൊ അതിനെ ഒരു മൾട്ടിവേഴ്സ് സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ ഒരു കാര്യമല്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെച്ചേക്കാണ്, കൂടുതൽ റൂമേഴ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഈ ക്യാരക്ടർ സിനിമയെ വരും, ആ ക്യാരക്ടർ സിനിമയെ വരും, റൂമേഴ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾ സിനിമ കാണാൻ പോകരുത്. അല്ലെങ്കിൽ നിങ്ങൾ നോവേ ഹോമിന്റെ ഹൈപ്പ് കിട്ടിയ ആ ഒരു എക്സ്പെക്ടേഷൻസും വെച്ചുകൊണ്ട് പോകരുത്. കാരണം ഇത് നോവേ ഹോം അല്ല. അത് ഞാൻ ഒരു ചീത്ത രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. നോവേ ഹോം ആപ്പിൾ ആണ്, ഇത് ഓറഞ്ച് ആണ്. രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സാധനങ്ങളാണ്. ഈ സിനിമയ്ക്കകത്ത് ഫോക്കസ് ചെയ്യുന്ന കുറച്ചുകൂടെ ആ ഒരു ഇമോഷണൽ ടച്ച് പിടിച്ച്, ഒരു സ്റ്റോറി ബേസ്ഡ്, ആ ക്യാരക്ടേഴ്സ്, ഇപ്പൊ ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറുമായിട്ട് സംസാരിച്ച് പോകുന്നു, ആ രീതിയിലാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. അല്ലാതെ ഓരോ 5 മിനിറ്റിലും ആക്ഷൻ സീൻ, ഓരോ 5 മിനിറ്റിലും ഒരു മാസ് മൂവ്മെന്റ്, അതൊന്നും അല്ല ഈ സിനിമയിൽ. നിങ്ങൾ തെലുങ്ക് സിനിമയും മാസ് മസാല സിനിമയൊക്കെ കണ്ടിട്ട് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡിസപ്പോയിന്റ്മെന്റ് ആണെന്ന് തന്നെ തോന്നുള്ളൂ. കാരണം നിങ്ങൾ ഇന്ത്യൻ മാസ് മസാല കണ്ടിട്ട് ഹോളിവുഡിൽ ഒരു പടത്തിന്റെ ആ ഒരു ഹൈപ്പ് ആയിരിക്കും, മാസ് ആയിരിക്കും എന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. അത് അല്ലാതെ സിനിമ ഉണ്ടാക്കുന്നതോ അതോ സിനിമ ഉണ്ടാക്കിയ ആക്ടേഴ്സിന്റെ ആറാം പ്രശ്നമല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ആൾക്കാർ പറയാത്ത എക്സ്പെക്ടേഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് പോയിട്ട് ഈ ക്യാരക്ടർ വരും, ആ ക്യാരക്ടർ വരും, ഈ ഭയങ്കര മാസ് മസാല മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഈ എക്സ്പെക്ടേഷൻസ് ആരാണ് സെറ്റ് ചെയ്യുന്നത്?
നിങ്ങളാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ്പെക്ടേഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ ഒരു ഡിസപ്പോയിന്റ്മെന്റിലോട്ട് കൊണ്ടുവന്നെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓർത്തുകൊണ്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ പോകരുത്. അതൊന്നും ഈ സിനിമ അങ്ങനെയേ അല്ല. ഈ സിനിമയിൽ മെജോറിറ്റി ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സീൻസും ഒരു ഇമോഷണൽ ഡ്രാമയാണ്, ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്, അല്ലാതെ മാസ് മസാല സിനിമ അല്ല ഇത്. അപ്പൊ അതും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണാൻ പോയേക്കരുത് എന്നാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. ഈ സിനിമ എനിക്ക് റിവ്യൂ അത്ര പറയാനുള്ളത്. ആക്ടിങ് വൈസ് ആയാലും ഡിറക്ഷൻ ആയാലും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഇതിന്റെ സിനിമാറ്റോഗ്രഫി ആയാലും കളർ ഗ്രേഡിംഗ് ആയാലും പെർഫോമൻസ്, ഇപ്പൊ ഞാൻ ആക്ടിങ് പറഞ്ഞല്ലോ, പെർഫോമൻസസ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, അതെല്ലാം അടിപൊളിയാണ്. എനിക്ക് അതിനെ കഴിഞ്ഞും കൂടുതൽ ഈ സിനിമയെ പറ്റി എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് ഓർ ദി ബെസ്റ്റ് സ്പൈഡർമാൻ സിനിമ എന്ന് തന്നെ ഞാൻ പറയും ഈ സിനിമേനെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റ് റേഷ്യോ തിയേറ്ററിൽ പോയി കാണുക. സാധാരണ തിയേറ്റർ അല്ല, ഒരു PXLോ അല്ലെങ്കിൽ ഒരു എപ്പിക് സിനിമാസോ. ഐമാക്സിൽ ഈ സിനിമയുടെ റിലീസ് ഇല്ല. അപ്പൊ ഒരു PXൽ എപ്പിക് സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് റേഷ്യോ ഉള്ള ഒരു തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക എന്നാണ് എന്റെ ഒപ്പീനിയൻ. അപ്പോൾ അത് മാത്രമേ എനിക്ക് ഇനി പറയാനുള്ളൂ. ഇനി ഓഡിസീന്റെ കൂടെ വ്ലോഗ് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് അൺടിൽ ദാറ്റ്. അപ്പോൾ അതുവരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.